ഹലോ ഗൈസ്, കെമിസ്ട്രിയില് പ്രേതമുണ്ട്. നമ്മൾ ഇന്ന് പ്രേതമല്ല, നമ്മളെ ഓണം ഇങ്ങനെ എന്തൊരു മുണ്ടി ഒരു മുണ്ടിയില്ല. മാവേലി ഇത് കണ്ടോളും. നമ്മളെ മാവേലി ഇതൊക്കെ ഞാൻ ഇതെല്ലാം വ്ളോഗിലിടുവേ. അളീന് അപ്പോഴും മനസ്സിലായില്ല എന്നുള്ളതാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഓണമാണ് നാളെ. അപ്പൊ അതിന്റെ കുറച്ച് ഡെക്കറേഷനും ഡ്രസ് എടുക്കാൻ പോണതും അതൊക്കെയാണ്. നാളെ രാവിലെയാണ് ഓണം. ഇന്ന് രാത്രി ഈ സമയം 7:30 ആയിട്ടുണ്ട്. സോ ഇപ്പം ചെയ്യണ പരിപാടി എന്ന് വെച്ചാൽ കുരുത്തോല കണ്ടിട്ടുണ്ടാവുക. കുരുത്തോലയുടെ ഡെക്കറേഷൻ, കുരുത്തോല വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ്. സോ ഇത് നേതൃത്വം വഹിക്കുന്നത് പ്രണവ്ജിയാണ്. പ്രണവ്ജിക്ക് നാളെ അതിരാവിലെ NCC ക്യാമ്പിൽ പോകണമെന്നുണ്ടായിട്ട് ഇവിടെ വന്നിരുന്നുണ്ട്. അപ്പൊ നമ്മളെ കുരുത്തോല പറിക്കാൻ കയറിയത് ഇവിടെ പോയണം. കുരുത്തോല പറിക്കാൻ കയറിയത് നമ്മൾ ഫ്ലെക്സ് ആയിട്ട് വന്നത്. ഫ്ലെക്സ് തുറക്കാൻ പറ്റില്ല. ലാസ്റ്റ് നാളെ രാവിലെ തുറക്കാൻ പറ്റില്ല. ഫ്ലെക്സ് തുറക്കണം നാളെ രാവിലെ കാണിച്ചു. ഇത് ആരെല്ലാം ഒത്തി വീട്ടിൽ കൊണ്ടുവന്ന് മലയാളി തമ്പൂരത്തിന് തീ കത്തിക്കാൻ വേണ്ടി മറ്റേ ചൂട്ടൊക്കെ അത് ഹിന്ദിക്കാരന്മാര് സെറ്റാക്കാന്നാണ്. രാവിലെ ഹിന്ദിക്കാര് നോക്കടാ ഉറപ്പ് തന്നെ. ഇത് എങ്ങനെയാണ് കുരുത്തോല കുരുക്കാണ്ട് എന്ന് പ്രണവ് പറഞ്ഞു തരുന്നത്. 50 രൂപ ക്ലാസ്. ശരി, എന്റെ പള്ളിയിൽ ചെയ്യാൻ പറഞ്ഞു ഞാൻ ചോദിച്ചില്ല. ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി കുശ്ബി എവിടെ യോഗേഷ് പിന്നെ അല്ല ഗായ്സ്. ആർക്കെങ്കിലും കുരുത്തോല വെച്ച് വർക്ക് ഉണ്ടെങ്കിൽ യോഗേഷിനെ കൂപ്പിടേണ്ടതാണ്. അടുത്ത വർഷം ബാൻഡ് ഇറക്കായിരിക്കും. പിന്നെ ഇതൊക്കെ മരത്തിൽ കയറി പറിക്കാൻ സഹായിച്ച ബവിനെ എല്ലാവർക്കും കാണിച്ചു തരാം. ഒരു മിനിറ്റ്. എടാ ബവിനോട് ഉണ്ടാടാ. ബവിനെ ഗൈസ്, ഇതാണ് തെങ്ങി കയറി സഹായിച്ച ബവിൻ. ഹലോ ഗൈസ്, എവിടെ പോണേ? ഞാൻ TMG പോയിട്ട് ഇപ്പൊ ഗായ്സ്, നമ്മളെ കുരുത്തോലയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു. എന്നെ വഴി കാണാൻ പറ്റില്ലല്ലോ. കുരുത്തോലയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് മരത്തില എവിടെയെങ്കിലും അങ്ങ് കെട്ടണം. അപ്പൊ അത് സൂം ചെയ്ത് കാണിക്കും. ഇവിടെയാണ് അളിയൻ കെട്ടാൻ ഉദ്ദേശിച്ചത്. എവിടെയാണ് അവ ബുദ്ധിമാൻ? എവിടെയാടി ജോബിന്? ചെറിയ സാധനം തന്നെ. അത് വല്ലാതെ വന്നും വലിച്ചാ പൊട്ടൂലടാ. എടാ വല്ല വന്നും വലിച്ചാ പൊട്ടിപ്പോവില്ലടാ. അഭിരാമി അളിയന് അപ്പോഴും മനസ്സിലായില്ല എന്നുള്ളതാ. തെണ്ടി ഒരു പണി എടുക്കാതെ ഇവിടെ നിന്നോളൂ. എണ്ണം കെട്ടി പിള്ളേർക്ക് കാണിച്ചോളൂ. എങ്ങനെ ലാൻഡ്സ്കേപ്പ് സ്കോൺസ്കേപ്പ് എങ്ങനെയാണ് കയറ് കെട്ടാൻ? നമ്മൾ ഈ ഇത് കണ്ടോ, ഈ നോട്ട് കണ്ടോ? ഇതില് നമ്മൾ കെട്ടണം, മനസ്സിലായോ? ഇതിലാണ് കെട്ടാണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചെന്ന ഒരു ബുദ്ധിമാന്യതയുള്ള ഒരു കൊച്ചാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. ലാസ്റ്റ് അയക്കുമ്പോ മുമ്പിൽ പോണത് കാണിച്ചതാ ഗൈസ്. വേറെ കാണിച്ചു തരാം. എങ്ങനെയാ? ഒന്നും കഴിയില്ല. നേരത്തെ പാമ്പിനെ കണ്ടായിരുന്നു, അതിനെ വീടെടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും യോഗേഷും ജോവിനും കൂടി കുരുത്തോല കെട്ടറാ. എന്താ എങ്ങനെ കെട്ടണോ? അങ്ങനെയല്ലടാ, തിരിച്ചാണ്ടാ കെട്ടാണ്ടത്. തിരിച്ചല്ലടാ കെട്ടാണ്ടത്. വാല് താഴെയല്ലേ വരേണ്ടത്. കുരുത്തോല ചെയ്തത് എങ്ങനെ ചെയ്യാ എനിക്ക് ഇങ്ങനെ കെട്ടാണ്ടത്. ഇങ്ങനെയല്ല, ഇത് മതിയടേ, തൽക്കാലം തന്നെയല്ല. ഒരു കാര്യം ചെയ്യാം,
ആ ഇത് നമ്മളെ ഓണം ഇങ്ങനെ എന്തൊരു മുണ്ടി ഒരു മുണ്ടിയില്ല. മാവേലി ഇത് കണ്ടോളും. നമ്മളെ മാവേലി ഇതൊക്കെ മതി. ഞാൻ ഇതെല്ലാം വ്ളോഗിലിടുവേ. ദേശദ്രോഹി ജോ എടാ പൊട്ടാടാ ജോവിനെ നീ. അത് കാറ്റടിച്ചാ പോവൂലടാ. നീ പോയാ നിന്നെ ഇടിക്കേ മയില് കെട്ടിട്ട് പോവാളെ. ഇത് ഡ്രസ് കോഡ് എടുക്കാവളെ. എനിക്ക് വണ്ടി 10 മണിക്ക് വീട്ടിൽ കൊണ്ട് കേട്ടില്ല. എന്നെ വീട്ടിൽ കേട്ടില്ല തന്താ നങ്ങിയത് രാത്രി ഇവിടെ കിടന്ന് കാണിക്കുന്നത് പടങ്ങി പോണേ. അങ്ങനെ കൊറേ ഒരുത്തൻ. എടാ എന്റെ കഷ്ടപ്പാടൊന്നും കണ്ടുകൊള്ളാം. ഞാൻ വ്ളോഗ് എടുക്കില്ല. ഒരാളെ ചീറ്റോളി ഒന്നും വ്ളോഗിൽ കേട്ടില്ല. ഞാൻ ബീപ്പിട്ട് മരിക്കും. എടാ ഞാൻ പറഞ്ഞ ഇരിക്കില്ലത്. ആ ഇനി എന്റെ വാ കയറ് കട്ടിയൊന്നുമില്ല. അല്ല ബ്ലേഡ് ഉണ്ട്. കയറുണ്ടോ? ബ്ലേഡ് ഇരിക്കണം. ബ്ലേഡ് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. എടാ ഇതിട്ട് കേട്ടാ. ഈ തോരണം ഇട്ട് കേട്ടാ. വേണ്ട നമുക്ക് ബാക്കി രാവിലെ കേട്ടാ. രാവിലെ എണീക്കോ? പൂജയൊക്കെ വിളിച്ച് രാവിലെ 7 മണിക്ക് ഇറങ്ങാൻ പറയാം. കൺവീനർ ആദ്യം ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ഇതെല്ലാം വ്ളോഗിലിട്ട് നിന്റെ വീട്ടിൽ കൊണ്ട് പോകും. രാവിലെ എന്നെ വന്ന് വിളിക്കണം. നീ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഫസ്റ്റ് ചെയ്യുന്ന ലൊക്കേഷൻ അയച്ചു തരണം. പോസ്റ്ററോട് ഓ വേണ്ട ബാക്കി നാളെ വാടാ നമുക്ക് അങ്ങ് പോവാം. ഡ്രസ് എടുക്കാൻ പോവാം. അത് അല്ല ഡ്രസ് അങ്ങനെ 25 മിനിറ്റ് എത്തും പറഞ്ഞേ. നോക്കണ്ടേ. ഇതാണ് ബബിൻ. ഇവനെ വുമൻസ് കോളേജിന് അവിടെ വെച്ച് സ്ഥിരം കാണും. നമ്പർ ഒന്നും ഇല്ല. വുമൻസ് കോളേജ് അവിടെ വെച്ച് ഇവനെ സ്ഥിരം കാണും. ഇവൻ ഭയങ്കര പ്രശ്നക്കാരനാണ്. നമ്മളെ കെട്ടുമ്പോ ഇത് വെച്ച് നീ എന്ത് ചെയ്യണത്? ഓ നൈസ്. ചീത്ത പാടായിരിക്കും. ഒരുത്തർ വീട്ടിൽ കയറാത്ത ചുറ്റിനും 5 പെണ്ണുങ്ങൾ ചിരിക്കണ് വുമൻസ് കോളേജിലെ. എന്നെ രാത്രി വിളിച്ചു പറയാ അവിടെ വുമൻസ് കോളേജിൽ പോയാളിയാ. ഫോൺ കട്ടായിരുന്നു. കുഴപ്പമില്ലടാ. വ്ളോഗിൽ കൊടുക്കണ്ടോ? ഇതൊന്നും ഇടല്ലേ. ഇതാണ് ആദ്യത്തെ. ഞാൻ കുറച്ച് കാര്യം പറയാം. നമ്മളെ പരിപാടി ചെറിയൊരു മാറ്റം ഉണ്ടായി. നമ്മള് ഷർട്ട് എടുക്കാൻ അങ്ങോട്ട് പോയില്ല. സമയം താമസിച്ചോണ്ട് ഷർട്ടും കൊണ്ട് അവർ ഇങ്ങോട്ട് വന്നു. ഷർട്ട് നോക്കിയോ? ഷർട്ടാണ് നിങ്ങൾ കാണുന്നത്. മീഡിയ ആണോ? 38 മീഡിയ അല്ലേടാ ബബിനെ? 38 മീഡിയ അല്ലേ? 40 ലാർജ്. കണ്ടിട്ട് കർട്ടൺ എന്നൊക്കെ പലർക്കും തോന്നിയേക്കാം. പക്ഷെ കർട്ടൺ അല്ല. എടാ ഇത് സാറ്റയാണ് മെറ്റീരിയല്. നോക്കാം. നീ നോക്കിയോ? നീ തൊട്ട് നോക്കിയോ? സാറ്റ അല്ല ഞാൻ ഡിസൈൻ ആയിരുന്നു. കളറ് ഇത് ഓണത്തിനുള്ള കളറാണ്. നമ്മള് ധനുഷ് എപ്പിടി ഇருக்கு. ഓക്കെ അപ്പൊ ഗൈസ് നമുക്ക് ഇട്ട് നോക്കിട്ട് വരാം. അളയാടെ നീ എക്സൽ ഉണ്ടാ ഡബിൾ എക്സൽ ഉണ്ടാ എനിക്കിത് ചേരോന്നല്ല. വയറത്തിനുണ്ട് അതുകൊണ്ട് എനിക്കിത് ചെറുതായിരിക്കും. നമ്മളെ വ്ളോഗ് സമാപിക്കാൻ സമയമായി. പിന്നെ അല്ല ജോവിനെ ഡ്രസ്സിനെ കുറിച്ച് അല്ല കത്തിക്കും. ഹലോ ഗൈസ്, കെമിസ്ട്രിയില് പ്രേതമുണ്ട്. നമ്മൾ ഇന്ന് പ്രേതമല്ല
കെമിസ്ട്രി പ്രായമുണ്ട് നാട് നിങ്ങളുടെ അഭിപ്രായം എക്സ്പ്ലോർ ചെയ്തതാണ് അഭിപ്രായം. കെമിസ്ട്രിയിൽ പ്രയോജനം കണ്ടുപിടിച്ചിട്ട് എന്റെ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് പറയും. ഡ്യൂട്ടി ഫസ്റ്റ്. എനിക്ക് പോണം. അങ്ങനെ ഗൈസ്, നമ്മളെ പ്രണവ് ഓണത്തിന് കാണൂല. അവസാനത്തെ ഓണത്തിനും പ്രണവ് കാണൂല. 3 വർഷം ആഘോഷിച്ചില്ല. പിന്നെ പ്രണവിന് ആഘോഷമൊന്നും താല്പര്യമില്ല. നമ്മളെ വിപ്ലവകാരിയല്ലടാ. ശരിടാ, നോക്കിക്കോണടാ. അപ്പൊ ശരി ഗൈസ്, നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാൻ നേരമായി. ധനുഷണ്ണ ബൈ ബൈ. ഇത്ര ഉള്ളൂടാ, ഇതാവും சொல்லடா. അപ്പൊ ഓണം എല്ലാവരും ഗംഭീരമായി ആഘോഷിക്കുക. നമ്മളെ ഓണം നാളെ സ്റ്റാർട്ട് ചെയ്യണേ. നാളത്തെ വ്ളോഗ് നാളെ ഇടാം. ഓക്കെ, ഇപ്പൊ ബൈ കൊടുക്കാല്ല. ഇനി വേറെ പരിപാടി ഒന്നും ഇല്ല. ഓക്കെ, ബൈ.